Dear students, welcome back to Future Plus Academy. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ 2025 ജാനുവരി സെഷന്റെയും അതുപോലെ തന്നെ ജൂലൈ സെഷന്റെ ഒക്കെ സ്റ്റുഡൻസ് അസൈൻമെന്റ്സ് എങ്ങനെയാണ്? അപ്പൊ അസൈൻമെന്റ് ലാസ്റ്റ് ഡേറ്റ് അവർക്ക് മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇതുവരെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാത്തവരും അല്ലാതെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് നിങ്ങളുടെ ഒഫീഷ്യൽ സൈറ്റ്. നിങ്ങളുടെ ഒഫീഷ്യൽ സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അസൈൻമെന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിയുക. അപ്പോൾ വളരെ റിലയബിൾ ആയിട്ടുള്ള സൈറ്റ് ആണ്. സ്റ്റുഡൻസിന് ഡയറക്റ്റ് ആയിട്ടും ഓരോന്നും സെർച്ച് ചെയ്യാൻ പറ്റും. സ്റ്റുഡന്റ് സർവീസസ് എന്നുള്ളതിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ സ്റ്റുഡന്റ് സർവീസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ അക്കാഡമിക് കലണ്ടേഴ്സിനെ കുറിച്ചും അഡ്മിഷൻസിനെ കുറിച്ചും നിങ്ങളുടെ പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെയാണ്. അപ്പൊ ഇതിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ റോയിലുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക അതിൽ ന്യൂ കറന്റ് അസൈൻമെന്റ് പോർട്ടലും ഓൾഡ് അസൈൻമെന്റ് പോർട്ടലും ഒക്കെ. അപ്പൊ നമ്മളിപ്പോ ന്യൂ കറന്റ് അസൈൻമെന്റ് പോർട്ടലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഓരോ അസൈൻമെന്റ് ആയിട്ട് കാണാൻ കഴിയും. ജൂലൈ 2024, ജാനുവരി 2025 ഇത്രയും ബാച്ചിലേക്കുള്ള അസൈൻമെന്റ് ആണ് ഇത്. അപ്പൊ ഇതിലിപ്പോ നിലവിൽ ഇതിൽ പല സബ്ജക്റ്റിന്റെ കാണിക്കുന്നുണ്ടാവും. ഇപ്പൊ ഇവിടെ നമ്മൾ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പൊ അതിന് ഡ്യൂ ഡേറ്റും അതുപോലെ തന്നെ ഡിസംബറിലെ ഡ്യൂ ഡേറ്റും ലാസ്റ്റ് മോഡിഫൈ ഡേറ്റും എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് കൊടുത്തിട്ട് നമുക്കിത് തുറക്കാൻ പറ്റും. ഇതിൽ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഓരോന്നായിട്ടും നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇപ്പൊ ഇതിലിപ്പോ ഇങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അസൈൻമെന്റുകൾ ഓരോന്നായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ സെർച്ച് എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് ഏതാന്നുള്ളത് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. അപ്പം നിങ്ങളുടെ കോഴ്സ് കോഡാണ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ആ കോഴ്സ് കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. സോ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സ്റ്റുഡൻസിന് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ. താങ്ക് യു സോ മച്ച്.